ജിൻഡോയുടെ വെളിപ്പെടുത്തൽ. ബിഗ് ബോസ് സീസൺ 6 ഒത്തുകളി നടക്കുകയാണെന്ന് ജാസ്മിനും നോറയും ഗബ്രിയും റസ്മിനും ഒക്കെ കൂടെ ചേർന്ന് എന്നെ വിളിച്ചായിരുന്നു, പോയില്ല എന്നാണ് ജിൻഡോ പറയുന്നത്. ഇതിനെന്തെങ്കിലും സത്യമുണ്ടോ? ജാസ്മിനാണ് ഈ ആഴ്ചത്തെ അല്ലെങ്കിൽ അടുത്ത ആഴ്ചത്തെ ക്യാപ്റ്റൻ. ടീമുകൾ മൊത്തം മാറി മറിയാൻ പോവുകയാണ്, വൈൽഡ് കാർഡുകളും കയറാൻ പോകുന്നു. അപ്പോൾ ഈ അവസരത്തിൽ ജാസ്മിനും ഗബ്രിയിലും ഒരാൾ ക്യാപ്റ്റൻ ആയത് തന്നെ നല്ലത്, അതോ യമുന ക്യാപ്റ്റൻ ആവണമായിരുന്നോ? ഇനി അടുത്ത് പറയാനുള്ളത് നമ്മുടെ ജയിൽ നോമിനേഷനാണ്. ഒരുപാട് തെറ്റുകൾ ചെയ്ത ആൾക്കാർ അവിടെ ഉണ്ട്, പക്ഷേ വീട്ടുകാർ മനഃപൂർവ്വം കണ്ണടിക്കുകയല്ലേ. ശരിക്കും പറഞ്ഞാൽ ജാൻമണി അവിടെ ഇത്രയും തെറ്റുകൾ വിളിച്ചു പറഞ്ഞിട്ടും ക്രൂരമായ ശാപങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടും അൻസിബയുടെ മുന്നിൽ നിന്ന് വിളിച്ചു പറഞ്ഞിട്ടും അൻസിബ ഇവിടെ കണ്ണടച്ച് കളയല്ലേ ചെയ്തത്. ഋഷി ഒരു പേര് തൻ്റെ ഒരാൾക്ക് നോമിനേറ്റ് ചെയ്യാൻ പോലും കഴിയത്തില്ല. ഋഷീനെ പേടിച്ച് വേണോ ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് അവിടെ ജീവിക്കാൻ വേണ്ടിയിട്ട്? അർജുനും ഋഷിയും സത്യം പറഞ്ഞാൽ വേർപിരിഞ്ഞോ? ഋഷിക്ക് അവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ, അതായത് ഒറ്റയ്ക്ക് ഒരു അഭിപ്രായമില്ലാത്തൊരവസ്ഥയായിട്ട് മാറി. അൻസിബ ഋഷിനെ ഒരുപാട് കൺട്രോൾ ചെയ്യുന്നുണ്ടോ? എല്ലാം നമുക്ക് ചർച്ച ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ട്വിസ്റ്റ് വരാൻ പോകുന്നതിൻ്റെ മുന്നത്തെ ആഴ്ചയാണ്, ലാസ്റ്റ് ആഴ്ചയാണിത്, അവസാനത്തെ ദിവസമാണ്. നാളെ വീക്കെൻഡ് എപ്പിസോഡാണ്. നാളെ വൈൽഡ് കാർഡുകൾ കയറും, അതേപോലെ തന്നെ എല്ലാം മാറി മറിയാൻ പോവുകയാണ്. ടീമുകൾ മൊത്തം മാറും. മിക്കവാറും എനിക്ക് തോന്നുന്നു ഒന്നുകിൽ നാളെ അല്ലെങ്കിൽ ഇന്നത്തെ ലൈവിൽ അല്ലെങ്കിൽ നാളെ ലാലേട്ടൻ്റെ മുന്നിൽ വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ പവർ ടീമിനെ തിരഞ്ഞെടുക്കുന്നത്. അതും ജാസ്മിനാണ് ബിഗ് ബോസ് വീട്ടിലെ പുതിയ ക്യാപ്റ്റൻ. അപ്പോൾ വൈൽഡ് കാർഡുകളും വരും. അപ്പോൾ ഈ ടീമുകളെ അല്ല, എല്ലാ ടീമുകളും ഷഫിൾ ചെയ്തപ്പെടും. അപ്പോൾ ഇത് അവസാനത്തെ ദിവസമാണ് ഇവരുടെ ടീമുകളുടെ. ജിൻഡോയുടെ വെളിപ്പെടുത്തൽ. ജിൻഡോ ഇന്ന് ക്യാമറയുടെ മുന്നിൽ വന്നെന്ന് പറയുകയാണ്, നോറയും ജാസ്മിനും റസ്മിനും ഗബ്രിയും ഒത്തുകളിച്ചിരിക്കുകയാണ്. എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ പക്ഷെ പോയില്ല. ഇതെനിക്ക് 50-50% വിശ്വസിക്കാൻ പറ്റും. കാര്യം ഒന്നെന്ന് പറഞ്ഞാൽ ജിൻഡോ ഗെയിമിനകത്ത് ബിഗ് ബോസിനകത്ത് പകുതിയും കള്ളമാണ് പറയുന്നത്, പകുതി സത്യവും പറയും. ജിൻഡോയിനെ ഒരുപാട് നമുക്ക് പ്രേക്ഷകർക്ക് വെറുക്കാനും പറ്റില്ല, കുറച്ച് നമുക്ക് ഇഷ്ടം ബാക്കിയുണ്ട് എന്നാലും. ആ രീതിയിലാണ് ജിൻഡോയുടെ ഗെയിം പോകണം. ഇടയ്ക്കിടയ്ക്ക് ഇഷ്ടം തോന്നും, ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ദേഷ്യം തോന്നും പ്രേക്ഷകർക്ക്. ആ രീതിയിലാണ് ജിൻഡോയുടെ ഗെയിം. അപ്പം നമുക്ക് 50-50 പറയാം. ചിലപ്പോൾ ജിൻഡോ ഉണ്ടാകാം, ജിൻഡോ പിന്നിൽ നിന്ന് അവരെ കുത്തിയതായിരിക്കാം, ഈ ഒരു ഗൂഢാലോചനയിൽ ഉണ്ടായിരുന്നിരിക്കാം, എന്നിട്ട് ഇവിടെ വന്നിട്ട് പിന്നിൽ നിന്ന് കുത്തിയതായിരിക്കാം. അല്ലെങ്കിൽ ജിൻഡോ പറഞ്ഞ സത്യം, ജിൻഡോ ഇതിനകത്തില്ല, എന്നാൽ ഇതൊക്കെ ഉള്ളതായിട്ട് ജിൻഡോ അറിഞ്ഞു, ഗ്രൂപ്പ് വിളിച്ചപ്പോൾ പോയില്ല. ഇങ്ങനെ തന്നെ ഇരുന്നോട്ടെ. കാര്യം ജിൻഡോയുടെ ഗെയിം എന്ന് പറഞ്ഞാൽ അതാണ്. ജിൻഡോയുടെ ഗെയിം കള്ളം സത്യം കൂടുതലും കള്ളങ്ങൾ പറഞ്ഞിട്ടാണ് കളിക്കുന്നത്. അപ്പം നമുക്ക് ഇത്രയും വിശ്വസിച്ചാൽ മതി. ബാക്കി നമുക്ക് കളിക്കണം, കാണാം എങ്ങനെയാണെന്നുള്ളത്. ഇനി അടുത്തത് അൻസിബ പറയുന്ന ഒരു കാര്യം സത്യം തന്നെയാണ്. ജിൻഡോയെ മൊത്തത്തിൽ നമുക്ക് വെറുക്കാൻ പറ്റത്തില്ല. ഇടയ്ക്കിടയ്ക്ക് ജിൻഡോ കുറച്ച് കാര്യങ്ങളൊക്കെ നല്ലത് ചെയ്യുന്നുണ്ട്. ഈ കള്ളങ്ങൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ജിൻഡോ സൂപ്പറായിട്ട് ഗെയിം കളിക്കുന്ന ഒരു ഗെയിമർ തന്നെയാണ്. ഇനി ജിൻഡോയിനെ ബോഡി ഷെയിം ചെയ്ത് വെറുതെ നെഗറ്റീവ് അടിക്കുകയാണ് ഗബ്രി. ഇന്നലെ തന്നെ ഒരു കാര്യം പറഞ്ഞായിരുന്നു, ശരീരത്തിൽ തൊടാൻ വേണ്ടി അറപ്പ് തോന്നുന്നു എന്നൊന്ന് കൈ കഴുകണം എന്നൊക്കെ. ഇതൊക്കെ വെറും അനാവശ്യ സ്റ്റേറ്റ്മെൻറ്റുകളാണ്. മോശം സ്റ്റേറ്റ്മെൻറ്റുകളാണ്. അതേപോലെ തന്നെ ജിൻഡോ ഫ്രൈ, ഇതൊക്കെ പക്ക ബോഡി ഷെയിമിങ് ആണ്. ജിൻഡോയും ചെയ്യുന്നുണ്ട്, പക്ഷേ നമ്മൾ വേറൊരാളെ ചെയ്ത് മറ്റ് സീസണുകളൊക്കെ കണ്ടിട്ടില്ലേ, വെറുതെ എന്തിനാ അതിൽ വിട്ടിട്ട് നമ്മൾ നെഗറ്റീവ് അടിക്കുന്നത്. ഇപ്പോൾ ഗബ്രി ഇവിടെ ചെയ്യണ കുറച്ച് കാര്യങ്ങളൊക്കെ സ്വന്തം കൂടി തോണ്ടുന്ന കാര്യങ്ങളാണ്. ഇനി അടുത്ത കാര്യം, ഇന്ന് ജിൻഡോയി അതുപോലെ തിരിച്ച് ജാസ്മിനോട് ചെയ്യാനൊക്കെ നോക്കി കുളിയുടെ കാര്യത്തിൽ. പക്ഷേ ജാസ്മിൻ പറഞ്ഞു, എൻ്റെ വീട്ടുകാരോട് അല്ലെങ്കിൽ എൻ്റെ ഓഡിയൻസിനോട് അല്ലെങ്കിൽ എൻ്റെ ചാനലിനോട് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒന്നരാടായി കുളിക്കുള്ളൂ എന്നൊക്കെയുള്ളത്. അത് കഴിഞ്ഞപ്പോഴാണ് ജിൻഡോ ഫ്രൈ കയറി പിടിച്ചത്. അത് കഴിഞ്ഞ് ഇനി എനിക്ക് പറയാനുള്ള ക്യാപ്റ്റൻസിയാണ്. ക്യാപ്റ്റൻസിയിൽ കഴിഞ്ഞ ആഴ്ച ഏറ്റവും നന്നായിട്ട് ടീമിന് ടാസ്ക് കളിച്ചത് ജാസ്മിനും ഗബ്രിയും തന്നെയാണ്. അവർ തന്നെയാണ് അർഹർ. ഇതിനകത്ത് സെക്ഷൽ ഫ്രസ്ട്രേഷൻ സംഭവം യമുന എടുത്തിടുന്നുണ്ട് അല്ലേ. ഇന്ന് യമുന ജാസ്മിനെയും ഗബ്രിയുടെയും സെക്ഷൽ ഫ്രസ്ട്രേഷൻ എന്ന് പറഞ്ഞു. ജാസ്മിൻ അന്ന് അത് ജിൻഡോയുടെ സെക്ഷൽ ഫ്രസ്ട്രേഷൻ അങ്ങനെ എന്തോ വേർഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ടും ആവശ്യമില്ലാത്ത വാക്കുകളാണ്, ബിഗ് ബോസിൽ ഉപയോഗിക്കാൻ പറ്റാത്ത വാക്കുകളാണ്. രണ്ടുപേരും ചെയ്തത് തെറ്റ് തന്നെയാണ്. ഇനി ക്യാപ്റ്റൻ ജാസ്മിൻ ക്യാപ്റ്റൻ ആവുന്നത് ഗബ്രിക്ക് വിഷമമൊന്നുമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ടീം ഡിവൈഡ് ചെയ്യും, അതിലാണ് ഗബ്രിക്ക് വിഷമം. ചുരുക്കം പറഞ്ഞാൽ ഗബ്രി ഭയങ്കര ഡിപ്പെൻഡൻ്റ് ആണ് ജാസ്മിനെ വെച്ച് നോക്കുമ്പോൾ ഗബ്രി വളരെ അണ്ടർ പ്ലെയർ ആണ്, വളരെ വീക്ക് പ്ലെയർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാര്യം ഈ ജാസ്മിന് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റും, ഗബ്രിക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയുന്നില്ല. ഗബ്രി പറയുന്നത് ടീം സ്പ്ലിറ്റായി, ഇനി നിന്നെ ചലഞ്ച് പോലും എനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല ക്യാപ്റ്റൻസിയിൽ, ഞാൻ നിന്നെ ചലഞ്ച് പോലും ചെയ്യാതെ തന്നെ ഈസി ആയിട്ട് നീ ക്യാപ്റ്റനായി, ആൾക്കാരെന്ത് വിചാരിക്കും. സോ അത്ര വീക്കായിട്ട് എനിക്ക് ഗബ്രിനെ ജാസ്മിൻ്റെ മുന്നിൽ തോന്നുന്നുണ്ട്. ഇനി അടുത്ത് ജയിൽ നോമിനേഷനിൽ പവർ ടീമിൻ്റെ നോമിനേഷനാണ് ഗബ്രി. പക്ഷേ ഗബ്രി ഇന്ന് ആദ്യമായിട്ടാണ് ഈ വീക്ക് ഉറങ്ങിയിട്ടുണ്ട്, ബൗബോ അടിച്ചിട്ടുണ്ട്, അത് തെറ്റ് തന്നെയാണ്. പക്ഷേ ആ വ്യക്തി ഈ ടാസ്ക് നന്നായിട്ട് കളിച്ചിട്ടുണ്ട് ഈ ആഴ്ച. പിന്നെ ഗബ്രിയെ കാട്ടി തെറ്റുകൾ ചെയ്ത വ്യക്തികൾ അതിനകത്തുണ്ട്. പക്ഷേ പേടിയായതുകൊണ്ടും പിന്നെ അത് സേഫ് പ്ലേ ആയതുകൊണ്ടും ഗബ്രിയും ജാസ്മിനും ഉള്ളതുകൊണ്ട് അവരുടെ തലയിൽ അങ്ങ് വെച്ചു കൊടുത്താൽ മതി. ജിൻഡോ, ഗബ്രി, ജാസ്മിൻ
ഇവരുടെ 3 പേരുടെ തലയിലും ജയിൽ നോമിനേഷൻ വെച്ചു കൊടുത്താൽ ഒരു പ്രശ്നവും ഇല്ല, അവരത് ഏറ്റെടുത്തോളും. ഇവർ 3 പേരാണ് അവരുടെ വീട്ടിലെ നോട്ടപ്പുള്ളികൾ. നോട്ടപ്പുള്ളിയല്ല, സേഫ് സോണ്. ഇവരെ 3 പേരെ എന്തും പറയാം. എന്നാൽ പറയാൻ പാടില്ലാത്ത 2 പേരുണ്ട്, പേരേ പറയാൻ പാടില്ല. ഋഷിയും നോറയും. നോറയുടെ നോ പറയാൻ പാടില്ല, ഋഷിയുടെ റീ പറയാൻ പാടില്ല. നമ്മളെ സ്കെച്ചൊക്കെ ചെയ്ത് വെക്കും. ഋഷി പറയണത് അവളെ സ്കെച്ച് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞത്. ഋഷി എന്ന് പറഞ്ഞാൽ പേരേ പറയാൻ പാടില്ല. പിന്നെ തീർന്ന്, പിന്നെ നമ്മുടെ അടുത്ത് മിണ്ടത്ത് പോലും നമ്മൾ അടിക്കാൻ പോലെ വരുന്നത്. നോറയുടെ നോ പോലും പറയാൻ പറ്റില്ല. പിന്നെ അവിടെ കിടന്ന് ബാത്റൂമിൽ കിടന്ന് കരച്ചിലും ബഹളവും നിലവിളിയും തന്നെയാണ്. അപ്പോൾ ഇവർ 2 പേരും ഒരു കോയിൻ്റെ 2 വശങ്ങളാണ് ഈ ഋഷിയും നോറയും. ഇന്ന് ജയിൽ നോമിനേഷനിൽ ആരും ജാൻമണിയുടെ പേര് പറഞ്ഞില്ല. നോറ ജാൻമണിയുടെ പേര് പറഞ്ഞു, ശ്രീരേഖ ഇന്ന് 2 സ്ഥലത്ത് സ്കോർ ചെയ്തു. ഒന്നെന്ന് പറയുന്നത് യമുനയ്ക്കെതിരായിട്ടുള്ള പോയിന്റിൽ ശ്രീരേഖ സ്കോർ ചെയ്തു. ശ്രീരേഖയുടെ നിലപാട് പറഞ്ഞു, യമുനയും നിലപാട് പറഞ്ഞു. പക്ഷെ ചില കാര്യത്തിൽ, ഈ ടാസ്കിൻ്റെ കാര്യത്തിൽ അത് ആവശ്യമില്ലാത്ത ആയിപ്പോയി. ജാസ്മിനെതിരായിട്ട് പറഞ്ഞത് അത് അവരുടെ ഗെയിമാണ്, അവർ കളിക്കട്ടെ, അവരുടെ ഗെയിം. പക്ഷെ ടാസ്കിനകത്ത് യമുന ആദ്യത്തെ ടാസ്കിലാണ് നന്നായിട്ട് പെർഫോം ചെയ്തത്. ബാക്കി 2 ടാസ്കിലും യമുനയ്ക്ക് ഒരു ഇത് ഉണ്ടായിരുന്നില്ല. ശ്രീരേഖയ്ക്ക് വയ്യായിരുന്നു. അവിടെ ശ്രീരേഖ സ്കോർ ചെയ്തു. ഈ ജയിൽ നോമിനേഷനിലും ഇന്ന് ശ്രീരേഖ സ്കോർ ചെയ്തിട്ടുണ്ട്. എന്തെന്ന് വെച്ചാൽ ഇന്ന് ശ്രീരേഖ പറഞ്ഞ കാര്യം ജാൻമണിയെ കുറിച്ചിട്ട്, ഈ ഒരാൾക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ധൈര്യം ജാൻമണിക്ക് എഗൻസ്റ്റ് ആയിട്ട് ജയിൽ നോമിനേറ്റ് ചെയ്യാൻ. മറ്റാരും അവിടെ ജയിൽ നോമിനേറ്റ് ചെയ്യുന്നില്ല. ജാൻമണിക്കെതിരായിട്ട് ഒരു വാക്ക് പോലും ഇടുന്നില്ല. അതിനെ പകരം പാമ്പർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ജാൻമണി പറയുന്നതിനെയൊക്കെ കണ്ടില്ല എന്ന് നടിക്കുകയും, ജാൻമണിക്ക് പകരം വേറെ ആരെങ്കിലും അത് പറഞ്ഞിരുന്നെങ്കിൽ എന്താവുമായിരുന്നു അവിടുത്തെ അവസ്ഥ? ഇങ്ങനത്തെ സംസാരങ്ങൾ ജാൻമണിക്ക് പകരം വേറെ ആരെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ, ശാപവാക്കുകൾ വെച്ചേക്കായിരുന്നു അവർ. ഭയങ്കര ജിൻഡോ വല്ലം പറഞ്ഞിരുന്നെങ്കിലോ തീർന്ന്, ജാസ്മിനും ഗബ്രിയും എല്ലാം പറഞ്ഞത് തീർന്ന്. വേറെ ആര് പറഞ്ഞാലും ആരും സമ്മതിച്ചു കൊടുക്കില്ല. ജാൻമണി ആയതുകൊണ്ട് മാത്രമാണ് ഇത് പറയുന്നത്. പക്ഷേ അൻസിബയുടെ മുന്നിലാണ് ഈ 3 കാര്യങ്ങൾ ജാൻമണി പറഞ്ഞത്. കോമണറിനെതിരെ പറഞ്ഞത്, കോമണറുടെ തലയെടുത്ത് കാലിൻ്റെ താഴെ വെച്ച് ഞെരിക്കുന്നും, അതുപോലെ പുറത്ത് പോയി ഫിനിഷാക്കുമെന്നും, നോറയുടെ ആക്സിഡൻറ്റ് പറ്റിയിട്ട് കാല് 2 പോട്ടെ, സൗണ്ട് പോട്ടെ എന്നൊക്കെ പറഞ്ഞത് അൻസിബയുടെ മുന്നിൽ വെച്ചിട്ടാണ്. രതീഷിനെ ആദ്യത്തെ ആഴ്ച രതീഷ് പറഞ്ഞ കാര്യം ജയിൽ നോമിനേഷന് പറഞ്ഞ് ഇത്രയും കോളിളക്കം സൃഷ്ടിച്ച അൻസിബയ്ക്ക് ഇത്രയും വലിയൊരു കാര്യം 3 പ്രാവശ്യം അൻസിബയുടെ മുന്നിൽ വെച്ചിട്ട് പറഞ്ഞിട്ട് പോലും ഒരു വാക്ക് അൻസിബ മിണ്ടിയിട്ടില്ല. ഭയങ്കര ഡബിൾ സ്റ്റാൻഡേർഡാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതെനിക്ക് ഭയങ്കരമായിട്ടൊരു വിഷമം തോന്നിപ്പോയി. കാര്യം ഇത്രയും പറഞ്ഞിട്ട് പോലും ഒരു വാക്ക് മിണ്ടിയില്ല എന്നുള്ളത്. ഫ്രണ്ടാണ്, എന്നാലും തെറ്റിനെ നമുക്കൊരിക്കലും, ഇത്രയും വലിയ തെറ്റിനെ നമുക്കൊരിക്കലും പിന്താക്കാൻ പറ്റില്ല. വേറെ ആരും അധികം കേട്ടിട്ടില്ല, ശ്രീരേഖ മാത്രം കേട്ടിട്ടുണ്ട് ഈ ഒരു കാര്യം. പിന്നെ യമുനയ്ക്ക് നന്നായിട്ട് അറിയാം ജാൻമണി പറഞ്ഞ കാര്യം, പക്ഷെ പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്തായിരുന്നാലും ഗബ്രി എന്തായാലും ഈ ടാസ്ക് നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. നോറ അത്യാവശ്യം എനിക്ക് തോന്നുന്നു പുള്ളിക്കാരി വളരെ 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 വീക്കാണ് ഈ ഗെയിമിൽ കളിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഋഷിയും അർജുൻ്റെയും കാര്യം, അർജുൻ ശരിക്കും പറഞ്ഞാൽ ആ റൂമിൽ നിന്ന് തന്നെ മാറി. കാര്യം അർജുൻ അൻസിബയായിട്ട് ഇപ്പം അത്ര പറ്റുന്നില്ല. അർജുൻ ഋഷീൻ്റെ അടുത്ത് ഭയങ്കര ഇഷ്ടമാണ്, ഋഷിയുടെ കൂടെ നിൽക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷെ ഋഷി എന്ന് പറഞ്ഞ ഒരു പപ്പറ്റാണ്, ഒരു ഡോളാണ്. ആര് പറഞ്ഞാലും ആ രീതിയിൽ തിരിയുന്ന ഒരു ഡോള്. സ്വന്തമായിട്ടുള്ള ഒരു അഭിപ്രായവും ഋഷിക്കില്ല. അൻസിബ എന്താണോ പറയണത് അതുപോലെ, ജിൻഡോ എന്താണോ പറയണത് അങ്ങനെയാണോ അതുപോലെ, അങ്ങനെയാണ് ഋഷി നിൽക്കുന്നത്. പക്ഷേ ഋഷിയെ പറഞ്ഞു കഴിഞ്ഞാൽ ഋഷിയുടെ കൺട്രോൾ വിട്ട് ഒരാണെന്നോ പെണ്ണെന്നോ ഇല്ലാണ്ട് അറ്റാക്കിംഗ് മോഡിലാണ് ഋഷി നിൽക്കുന്നത്. അത് വളരെ മോശമാണ്. കാര്യം ഞാൻ ഋഷിക്ക് ഇത് ഭാവിയിൽ ബിഗ് ബോസിൻ്റെ ജേണിയിൽ പ്രശ്നം ഉണ്ടാവും, മനസ്സിലായി. അപ്പോൾ ഇനി അൻസിബേനെ ഋഷിനെ ആരെങ്കിലും ഗ്രൂപ്പ് തെറ്റിച്ചാൽ പോലും ഭയങ്കര ബഹളമായിരിക്കും അവിടെ കിടന്നിട്ട്. അപ്പോൾ എന്തായിരുന്നാലും അർജുൻ ഇന്ന് ഒരുപാട് കരഞ്ഞിട്ടുണ്ടായിരുന്നു ഋഷിയുടെ കാര്യത്തിൽ. കാര്യം ഋഷിയോട് അർജുനൊരു ഇതുണ്ടായിരുന്നു, കമ്മിറ്റ്മെൻറ്റ്. അത് കുറഞ്ഞു വരികയാണ്. എന്തായാലും ഋഷിക്ക് ഇപ്പുറത്തെ ഗ്രൂപ്പിനോട് ഒരു ചായ്വുണ്ട്. അപ്പോൾ അർജുന് പുള്ളിക്കാരൻ അവിടെ ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. വൈകാതെ തന്നെ വൈൽഡ് കാർഡ് വന്നു കഴിയുമ്പോൾ എല്ലാവർക്കും ഒരു സ്റ്റാൻഡ് ഉണ്ടാവും. അപ്പം നമുക്ക് നാളെ ലാലേട്ടൻ്റെ എപ്പിസോഡ് വീക്കെൻഡിൽ കാണാം എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതും. വൈൽഡ് കാർഡിൻ്റെ കാര്യം ഉടൻ തന്നെ പറയാം. അപ്പം നമുക്ക് പോകാം എപ്പിസോഡ് കാണാൻ. അപ്പോൾ ഏപ്രിൽ 5 രാവിലെ 5 മണി ജിൻഡോ പതുക്കെ തപ്പുന്നു. ആരുടെ? അർജുൻ്റെ മൈക്കിൻ്റെ അകത്ത് തപ്പുന്നു, അതേപോലെ റസ്മിൻ്റെ മൈക്ക് തപ്പുന്നു. എല്ലാം കഴിഞ്ഞ് കിട്ടിയില്ല, താക്കോലാണ് തപ്പിയത്. ക്യാമറയുടെ മുന്നിൽ വന്നിട്ട് ഭയങ്കരമായ ഒരു സത്യം വെളിപ്പെടുത്തുകയാണ്. ആ സത്യം കള്ളമാണോ സത്യമാണോ പകുതി കള്ളമാണോ എന്നൊക്കെയുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം ഇത് ജിൻഡോയാണ് പറയണത്. പക്ഷെ നിഷ്കളങ്കമായ മുഖഭാവത്തോടെയാണ് പറയുന്നത്. കഴിഞ്ഞ ആഴ്ച ഈ കാര്യം സത്യമാണ്. ആദ്യത്തെ ലൈൻ, കഴിഞ്ഞ ആഴ്ച കിച്ചണിൽ കീ റസ്മിൻ്റെ കയ്യിലായിരുന്നു, മിസ്യൂസ് ചെയ്തു. അത് കറക്റ്റാണ്. ബട്ട് അതുകൊണ്ടാണ് അവൾക്കത് കൊടുക്കാത്തത്. എൻ്റെ അടുത്ത് നിന്ന് അടിച്ചു മാറ്റി, ഇന്ന് എനിക്ക് വിഷമായി. അത് കറക്റ്റാണ്. അതുകൊണ്ട് ഞാൻ തിരിച്ചടിച്ചു മാറ്റുകയാണ്. അതും കറക്റ്റാണ്. പവർ ബാഡ്ജ് വരെ കൊടുക്കാനുള്ള അധികാരം, അവകാശം അവർക്കില്ല. ഒത്തുകളിയാണ്. എല്ലാത്തിലും അതുകൊണ്ട് ഇടുന്നുണ്ട്. ഒത്തുകളിയാണ്. റസ്മിൻ, നോറ, ജാസ്മിൻ, ഗബ്രി എന്നെയും കൂടെ അതിനകത്ത് വിളിച്ചു. പക്ഷെ ഞാൻ പണി കൊടുത്തു. അല്ല, ഞാൻ അതിനകത്ത് പോയില്ല. അതാണ് എൻ്റെ ഒരിത്.
കേട്ടോ ബിഗ് ബോസ്, ഞാൻ കപ്പിന് വേണ്ടി വന്നേക്കുന്നതാണ് കേട്ടോ, വേറൊന്നും കൊണ്ടല്ല, നിങ്ങളുടെ അടുത്ത് പറഞ്ഞതേ ഉള്ളൂ. ഇത്രയും പേര് ഒത്തുകളിയാണ്, എന്നെയൊക്കെ വിളിച്ചായിരുന്നു, ഞാൻ പോയിട്ടില്ല കേട്ടോ എന്നാണ് നമ്മുടെ ജിൻഡോപ്പൻ, അതായത് നമ്മുടെ ജിൻഡോപ്പൻ പറയുന്നത്. അത് കഴിഞ്ഞ് രാവിലെ സോങ് ആണ് ആ പാട്ടാണേ. 8:20 ആരായിരിക്കും? നോറ കരയാണ്, എനിക്ക് എണീക്കണ്ട പോ അവിടുന്ന്. അപ്പം റസ്മിൻ ചിച്ചിരി വാവേ എന്ന് പറഞ്ഞിട്ട് അടുത്ത് പോകുന്നുണ്ട്. അപ്പം അപ്സര നമ്മുടെ കുട്ടിയുടെ ഹെയർ ഒന്നും നീ വലിച്ചെടുക്കരുത്, ഹെയർ ഫിക്സ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു നോറ, ഹെയർ ഒന്നും വലിച്ചെടുക്കരുത് കേട്ടാ, അത്രേ ഉള്ളൂ. റസ്മിനെ നീ മുതലെടുക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് റസ്മിൻ സോറി എന്നൊക്കെ പറയുന്നുണ്ട്. ഇനിയാണ് നമ്മുടെ സംഭവ വികാസങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ അൻസിബയുടെ നേതൃത്വത്തിലുള്ള വട്ടമേശ സമ്മേളനം കേട്ടോ. അൻസിബ, യമുന, ഋഷി പുതിയ ടീം രൂപീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ അൻസിബ, ഒരാളെ പുറത്താക്കാൻ കള്ളം പറയാൻ പാടില്ല. അപ്പോൾ യമുന, അത് തന്നെ അത് കറക്റ്റാണ് പറയുന്നത്, അൻസിബ പറയുന്നത് കറക്റ്റ്, എല്ലാം കറക്റ്റ്. അപ്പം അൻസിബ, ഇന്നലെയും സ്റ്റിക്കർ ഒട്ടിക്കാൻ എൻ്റെ ദേഹത്ത് തുടരുതെന്ന് പറഞ്ഞു. അത് അൻസിബ പറഞ്ഞ പോയിന്റ്, അത് വളരെ മോശം. ഗബ്രിയാണ് അത് പറഞ്ഞത്, എൻ്റെ ദേഹത്ത് തുടരുത് എന്ന് പറഞ്ഞത് ഗബ്രിയാണ്, അത് വളരെ മോശം, ലൈഫിനെ തന്നെ ബാധിക്കും. അപ്പോൾ യമുന, 23 വയസ്സായ കുട്ടിക്ക് സെക്ഷൽ ഫ്രസ്ട്രേഷൻ എന്താണെന്ന് അറിഞ്ഞൂടെ? അങ്ങനെയാണെങ്കിൽ സെക്ഷൽ ഫ്രസ്ട്രേഷൻ തീർക്കാനാണ് അവളും ഗബ്രിയായിട്ട് ഇരിക്കുന്നതെന്ന് ഞാൻ പറയട്ടെ ഞാൻ അവർ ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞ് സമ്മതിച്ചു കൊടുത്ത ആളാണ്. അപ്പോൾ ഋഷി, ക്യാമറയ്ക്ക് ഫ്രണ്ടിൽ കൊണ്ടുവരാനൊന്നും വയ്യ, പുറത്ത് പറഞ്ഞാൽ പിന്നെ നമ്മൾ അവരെ പോയിന്റ് ചെയ്യാൻ വേണ്ടി ഇതെടുത്ത് പറഞ്ഞതുപോലെ ആവും, നമുക്ക് വേണ്ടിയിട്ട്. അത് വേണ്ട, ഇല്ല, ഞാൻ എന്തായാലും എനിക്ക് സ്പേസ് കിട്ടിയാൽ പറയും, ഓക്കെ. അത് കഴിഞ്ഞിട്ട് ജാസ്മിനും ജിൻഡോയും. ഇപ്പം ജാസ്മിൻ, അതെ നിങ്ങൾക്കറിയാമോ എത്ര ദിവസം കൂടുമ്പോഴാണ് ഞാൻ കുളിക്കുന്നതെന്ന്? നീ 2 ദിവസം കൂടുമ്പോൾ കുളിക്കുന്നല്ലേ ലാലേട്ടൻ്റെ മുന്നിൽ പറഞ്ഞത്? ഒന്നരാടം ഇന്ന് കുളിക്കും നാളെ കുളിക്കില്ല, ഇന്ന് കുളിക്കും നാളെ കുളിക്കില്ല, അങ്ങനെ. അയ്യേ, നിനക്ക് നാളെ ഒരു വ്ളോഗറായിട്ട് ഇങ്ങനെ ഫുള്ള് കൊടുക്കുന്ന ടിപ്സ് എന്തോന്നാണ്? നീ കൊടുക്കണം ഇങ്ങനെയാണോ വ്ളോഗർ? അപ്പം ജാസ്മിൻ, അതെ ബ്രോ, എനിക്ക് കുളിക്കുമ്പോൾ ഭയങ്കര എനിക്ക് വെള്ളം അലർജിയാണ്, തീർന്നു, അടുത്ത ട്രോളാണ്. എനിക്ക് വെള്ളം അലർജിയാണ് കേട്ടാ, എനിക്ക് മുടിയിൽ വെള്ളം വീണാൽ ജലദോഷം വരും, അത് ശരിയാണ്, എപ്പോഴും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം കാണാം കേട്ടാ. എൻ്റെ ചാനലിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് കുളിക്കാൻ പറ്റുമെന്ന്. പിന്നെ അതുകൊണ്ട് തലയിൽ വെച്ചാൽ തുമ്മും, അതാണ് സംഭവം. പിന്നെ എനിക്ക് എനിക്ക് ഏറ്റില്ല കേട്ടോ, എവളാ ഇത് വെച്ചിട്ട് തകർക്കാൻ വിചാരിച്ചാണ് ജിൻഡോ. ഞാൻ പോണ് ഇല്ല, നീ നിങ്ങൾ കേക്ക്. അപ്പം നിങ്ങൾക്ക് ബോഡി ഷെയിം ചെയ്യാം. അതെ ജാസ്മിനെ, നമ്മുടെ സ്മോക്കിംഗ് ഏരിയ നീ പോയെ, ഇല്ല ഞാൻ വരും, നിങ്ങൾക്ക് ബോഡി ഷെയിം ചെയ്യാം. അവനുണ്ടല്ലോ നിന്റെ ഗബ്രി, നീ പറഞ്ഞെന്നറിയാമോ? ചിക്കൻ ഇങ്ങനെ പൊരിച്ചെടുത്തപ്പോൾ പറഞ്ഞെന്നറിയാമോ? ഫ്രൈ എന്നാ പറഞ്ഞത്, ജിൻഡോ ഫ്രൈ എന്ന്, അങ്ങനെ എന്തോന്ന് പറഞ്ഞത് അറിയാമോ? അതിന് പരം വലിയൊരു ബോഡി ഷേമിങ് ഇല്ല, കറക്റ്റാണ്, അത് വളരെ മോശമാണ് ഗബ്രി. അപ്പം എന്താ ജിൻഡോ ഫ്രൈ എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പം അതിനെക്കാട്ടിയും വലിയ മോശമൊന്നുമില്ല എന്ന് പറയാണ് നമ്മുടെ ജിൻഡോ. അപ്പോൾ ജാസ്മിൻ, പണി പാളി. അപ്പം പിന്നെ നിങ്ങൾക്കപ്പോൾ ബോഡി ഷെയിം ചെയ്യാം അല്ലേ? അപ്പം എനിക്ക് ബോഡി ചെയ്യാൻ പറ്റത്തില്ല കേട്ടാ. മതി മോളെ പോ. അപ്പം ജാൻമണി, എൻ്റെ ചിന്തിച്ചിട്ടാ, ജാനു ഇവരെയൊന്നും ഇതാക്കിക്കൂടാ, എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ തലേ കയറും, അതാണ്. അപ്പം നിലത്ത് നിർത്തണം. അത് കഴിഞ്ഞിട്ട് ജാസ്മിൻ ഗബ്ബു. അപ്പോൾ ബിഗ് ബോസ്, ഹലോ ജാസ്മിൻ, എവിടെ മൈക്ക്? ഒന്നും മൈക്ക് വിടൂല, ഒന്നും ഇടൂല, വായിത്തൊന്നും വിളിച്ച് പറയുകയും ചെയ്യും മൈക്കും വെച്ചോണ്ട്. ഹലോ എവിടെ മൈക്ക് എവിടെ? ബിഗ് ബോസ് ഓടുന്നു, ബാത്റൂമിലേക്ക് ഓടെയാണ്. ആര്? നമ്മുടെ ജാസ്മിൻ ബാത്റൂമിലേക്ക് ഓടുന്നു. അത് കഴിഞ്ഞ ശേഷം ബാത്റൂമിൽ നിന്ന് മൈക്കൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട്, സോറി ബിഗ് ബോസ്, സോറി, ഞാൻ വിചാരിച്ചില്ല. അപ്പം ഇങ്ങനെ എന്നിട്ടാണ് പിന്നെ മീറ്റിംഗ് കാണിക്കുന്നുണ്ട്. അപ്പം മീറ്റിങ്ങിനകത്ത് ജാസ്മിൻ്റെ അടുത്ത്, എന്താ ജാസ്മിൻ മൈക്ക് പോലും ധരിക്കില്ല, എത്രാമത്തെ പ്രാവശ്യമാണ്? ബിഗ് ബോസ്, ഈ ആഴ്ച ഞാൻ ഒരു തവണ മാത്രമേ ഞാൻ മൈക്ക് ധരിക്കാതിരുന്നിട്ടുള്ളൂ. അവിടെ ഇരിക്ക്, ക്യാപ്റ്റൻ തിരഞ്ഞെടുക്കാനാണ്, കണക്റ്റീവിന് തീരുമാനിക്കുക ആര് ക്യാപ്റ്റൻ ആവുന്നു, പോയി തീരുമാനിക്കൂ. അപ്പം ജാസ്മിൻ, ഗബ്രി അങ്ങോട്ടും ഇങ്ങോട്ടും, നീയാവും ഞാനാവും. അപ്പം യമുന, ഞാനാവാം ക്യാപ്റ്റൻ. ഞാനാവും. നിങ്ങൾ എന്താ പറഞ്ഞത്? ഞാൻ ആക്റ്റീവ് അല്ലെന്നല്ലേ? ആദ്യത്തെ ടാസ്ക് ഏതായിരുന്നു? അപ്പം ഗബ്രി, ഓർമ്മയില്ല, ഞാൻ പറഞ്ഞുതരാം, അലക്കുകൾ ടാസ്ക്. ഏറ്റവും കൂടുതൽ തുണി അലക്കിയത് ഞാനാവും ക്യാപ്റ്റൻ. അപ്പോൾ ശ്രീരേഖ, പിന്നെ ഇവിടെ നിങ്ങൾ പറഞ്ഞെന്താണ് ഞാൻ കളിച്ചില്ലെന്ന്, ശ്രീരേഖയും കളിച്ചില്ലെന്ന്. ഞാൻ ആദ്യത്തെ ടാസ്കിൽ ഞാനാണ് കളിച്ചത് കേട്ടല്ലോ, അതുകൊണ്ട് കൂടുതലത് പറയരുത്. അപ്പം ശ്രീരേഖ പറയാണ്, ഞാൻ എന്തായാലും കളിച്ചിട്ടില്ല. ശ്രീരേഖയ്ക്ക് അത് പറയാം, പക്ഷെ എനിക്ക് ക്യാപ്റ്റൻ ആയേ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ശ്രീരേഖ, എനിക്ക് ക്യാപ്റ്റൻ ആയേ പറ്റൂ, ഞാൻ പോണേ, എനിക്ക് ക്യാപ്റ്റൻ ആയേ പറ്റൂ, അത്രേ ഉള്ളൂ. പിന്നെ ജിൻഡോനെ പ്രൊവോക്ക് ചെയ്തിട്ടാണ് ജിൻഡോ നമുക്ക് പോയിന്റ് തരാത്തത്. അതിന് കാരണം ഗബ്രി പ്രൊവോക്ക് ചെയ്തിട്ടാണ് നമുക്ക് പോയിന്റ് കിട്ടാത്തത് എന്നാണ് ജിൻഡോ പറഞ്ഞേക്കാൻ. ഞാൻ ജിൻഡോപ്പനെ കുറേ വഴക്ക് പറഞ്ഞു, ഗബ്രിയാണ് കാരണം, അതുകൊണ്ട് തന്നെ ഞാൻ ക്യാപ്റ്റൻ ആവാം. ഓക്കെ, ഞാൻ പോവേണ്ട, എനിക്ക് കേൾക്കണ്ട. അപ്പോൾ ശ്രീരേഖ, നിങ്ങൾ ആരെങ്കിലും ആയാൽ മതി, അതായത് ജാസ്മിനോ ഗബ്രിയോ, എനിക്ക് ജാസ്മിൻ ആയാൽ മതി എന്നാണ് ശ്രീരേഖ. അത് കഴിഞ്ഞിട്ട് യമുന ഇറങ്ങിപ്പോയി, എന്നെ അടുത്ത് ഓർഡർ ചെയ്യാൻ നിൽക്കരുത്, ഇല്ല
ഞാൻ അപ്പൊ എല്ലാം ലിവിങ് ഏരിയ പോണ് പറ്റത്തില്ല എനിക്ക് ക്യാപ്റ്റൻ. അതെ, അത് പിന്നെ മിസ്യൂസ് ചെയ്യും. ഗബ്രിയെ പോലത്തുള്ള ഒരാൾ ക്യാപ്റ്റൻ ആയാൽ ഈ ക്യാപ്റ്റൻസി ഈ വീട് മിസ്യൂസ് ചെയ്യും. ആ പവർ മിസ്യൂസ് ചെയ്യും. അതിനൊരു ശക്തിയുണ്ട്, അതിനൊരു പവർ ഉണ്ട്, അതിനൊരു നന്മയുണ്ട്. അത് മിസ്യൂസ് ചെയ്യും. അറിയാമോ, ശ്രീരേഖയ്ക്കും ക്യാപ്റ്റൻസി കൊടുക്കരുത്. ആഹാ, അവർക്കും കൊടുക്കരുത്. അപ്പൊ ഗബ്രി ഡേ 1 തൊട്ട് ഇനാക്റ്റീവ് ആയിട്ട് ഇങ്ങനെ ഇരിക്കണം. ചേച്ചി മാത്രമല്ലേ ഉള്ളൂ. നടക്കൂല മോളെ, നടക്കൂല. പിന്നെ അത് പിന്നെ നിക്ക് കൂട്ടി പേടിപ്പിക്കാൻ നോക്കണ്ട കേട്ടോ. എന്നൊക്കെ ചുളുവിനെ അങ്ങോട്ട് ആവാൻ നോക്കണ്ട. അപ്പൊ ജാസ്മിൻ, ഞാനൊരു കാര്യം പറയാം. ബിഗ് ബോസിനകത്ത് ടാസ്കിൽ പറഞ്ഞേക്കുന്ന പോലെ 3 ടാസ്കിലും നല്ല രീതിയിൽ പെർഫോം ചെയ്തത് ഞാനും ഗബ്രിയുമാണ്. ശ്രീരേഖ ചേച്ചിക്ക് വയ്യായിരുന്നു. യമുന ചേച്ചി ആദ്യത്തെ റൗണ്ട് നന്നായിട്ട് പെർഫോം ചെയ്തു. അപ്പോൾ ഗബ്രി ആദ്യത്തെ ദിവസം തൊട്ട് ഇങ്ങനെ ഇരിക്കുന്നതല്ല. ടാസ്കിനകത്ത് ഇങ്ങനെയാണ് ഈ യമുന ചേച്ചി ഇരുന്നത്. പിന്നെ ടീമിനകത്ത് ഫിസിക്കലി മെന്റലി എക്കണോമിക്കലി ഫിനാൻഷ്യലി എല്ലാം നന്ന രീതിയിൽ കളിച്ചത് ആരാണ് അതാണ് ക്യാപ്റ്റൻ ആവേണ്ടത്. ടാസ്കിൽ നന്നായിട്ട് നിൽക്കണം. ടാസ്കിൽ ഇങ്ങനെ കുന്തം മിണിങ്ങിയ പോലെ നിൽക്കുകയല്ല വേണ്ടത്. പിന്നെ ശ്രീരേഖ ചേച്ചിക്ക് കളിക്കാൻ പറ്റില്ല. ഫിസിക്കലി ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു. ജാസ്മിനാണെങ്കിൽ 100% കൊടുത്തു. അതേപോലെ തന്നെ പല ടീമിനകത്തുള്ള പല കാര്യങ്ങളും പുറത്ത് പോയിട്ട് ഡിസ്കഷൻ നടത്തി ഈ യമുന ചേച്ചി. പിന്നെ സത്യം പറഞ്ഞാൽ ഈ യമുന ചേച്ചിയോടുള്ള കാര്യത്തിൽ എനിക്ക് പുച്ഛവും മ്ലേച്ഛകരവും മറ്റതുമായിട്ടൊക്കെ തോന്നുന്നുണ്ട്. അങ്ങനെ ഗബ്രി ഇങ്ങനെ വളവളാന്നിങ്ങനെ നീണ്ടു പോവുകയാണ് ഗബ്രിയുടെ വർത്താനം. അപ്പോൾ അങ്ങനെ മൂന്ന് ഗെയിമിലും ആദ്യത്തെ ഗെയിമിൽ മാത്രമേ ഉള്ളൂ യമുന ചേച്ചിക്ക് പങ്ക്. 2 ഗെയിമിലും ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ യമുന, എന്നാലേ എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട്. പറയണോ എനിക്ക്? അതെ, ജിൻഡോയോട് ഞാനാണ് ഷൗട്ട് ചെയ്തത്. അത് മാത്രമല്ല, ഞാൻ പുച്ഛിക്കുന്നു. ഞാൻ പുച്ഛത്തോടെയാണ് കാണുന്നത് കേട്ടോ. എല്ലാത്തിനും വേണ്ടി പാത്രം കഴുകിയത് ഞാനാണ്. അത് മാത്രമല്ല, എനിക്ക് ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു, എനിക്ക് ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു. എന്നിട്ടും ഞാൻ നിങ്ങളുടെ പാത്രം കഴുകി വെച്ചു. പവർ ടീം ഇമ്പോർട്ടൻറ്റ് പൊസിഷനാണ്. അത് ഒരു പാർഷ്യാലിറ്റി ആയിട്ട് കൊടുക്കുന്ന ആൾക്ക് കൊടുക്കാൻ പാടില്ല. പിന്നെ ശ്രീരേഖ പലതവണ പവർ ടീമിൽ നിന്ന് തന്നെ പവർ ടീമിനെതിരായിട്ട് കളിച്ചിട്ടുണ്ട്. അത് സത്യം. അതേപോലെ പറയേണ്ടെന്ന് വെച്ചതാണ്, വ്യക്തിഹത്യ നടത്തിയിട്ടുണ്ട് ഇവിടെ ജാസ്മിൻ. അപ്പൊ ജാസ്മിൻ എപ്പോഴ് വ്യക്തിഹത്യ, സെക്ഷൽ ഹരാസ്മെന്റ് എന്ന് പറഞ്ഞ മോശം വാക്ക്, അതെ, അത് ഉപയോഗിച്ചിട്ടുണ്ട്. പുറത്തു പോയാൽ നമ്മളെ എല്ലാവരെയും അത് ബാധിക്കും. എല്ലാവരും അർത്ഥവത്തായ ഒരു വാക്കാണ് ക്യാപ്റ്റൻ. ആ വാക്കെന്ന് പറഞ്ഞാൽ അത്രയും അർത്ഥവത്തായതാണ്. അതിന്റെ വില അത്ര കൂടുതലാണ്. ഇതുപോലുള്ള ഒരാൾക്ക് ക്യാപ്റ്റൻസി കൊടുക്കാൻ പാടില്ല. ശ്രീരേഖ പവർ ടീമിൽ വന്നപ്പോൾ ഇവിടെ ബാഡ്ജ് കാണാനില്ലെന്ന് പറഞ്ഞ് ബാഡ്ജ് പോലും കാണാൻ പലരും കുത്തിയൊന്നും വെക്കാതെയാണ് നടന്നത്. പിന്നെ ഇവിടെ എൻ്റെ അഭിപ്രായം ആരും ചോദിച്ചിട്ടില്ല പവർ ടീമിലായിരുന്നപ്പോൾ. ജാൻമണി പലപ്പോഴും പവർ ടീമിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഇവിടെ ജാൻമണിയെ പോലത്തുള്ള ആൾക്കാർ ലോ ക്ലാസ്, ഹൈ ക്ലാസ്, പിന്നെ എന്താണ് തേർഡ് ക്ലാസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് സംസാരിക്കുന്നത്. അതൊന്നും ഇവിടെ ആർക്കും കുഴപ്പമില്ലായിരിക്കും അല്ലേ? ഹൈ എക്സ്ക്യൂസ് മീ, തേർഡ് ക്ലാസ് ഡ്രാമ. ഓക്കെ, എന്താണെങ്കിലും അവർ ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഞാനിവിടെ ഈവനിങ് ടാസ്കിൽ പറഞ്ഞത് ഗബ്രിയും ജാസ്മിനും 3 ടാസ്കിൽ നന്നായിട്ട് പെർഫോം ചെയ്ത വ്യക്തികളാണ്. അതുകൊണ്ട് അവർ 2 പേരിൽ ആരായാലും എനിക്ക് കുഴപ്പമില്ല. ഹലോ, അടുത്ത് ജാൻമണി ഡാഷ് ഹിയർ. ഓക്കെ, 3 കാറ്റഗറി ഓഫ് നാടകം ഉണ്ട് ഇവിടെ. ഫസ്റ്റ് ക്ലാസ് ഡ്രാമ, സെക്കൻഡ് ക്ലാസ് നാടകം ആൻഡ് തേർഡ് ക്ലാസ് നാടകം. ഇതിൽ തേർഡ് ക്ലാസ് നാടകം, ദാറ്റ് ഈസ് ഡ്രാമ, ഈസ് പറ്റിക്കലാണ്. ഒന്നുമില്ല എന്ന് പറഞ്ഞ പ്രേക്ഷകരെ പറ്റിക്കൽ. അപ്പം നോറ, എനിക്ക് തരിച്ചു വരുന്നുണ്ട്, കരച്ചിലും വരുന്നുണ്ട്, ഏതാണ് ആദ്യം ചെയ്യുന്നത് ഞാൻ ചോദിക്കും. എൻ്റെ തേർഡ് ക്ലാസ് ഞാൻ പ്രേക്ഷകരെ പറ്റിക്കുകയാണല്ലേ? ഞാൻ ചോദിക്കട്ടെ. നിൽക്കൂ. ഐ ഡിഡ്ന്റ് സേ തേർഡ് ക്ലാസ് പീപ്പിൾ, ഐ സെഡ് തേർഡ് ക്ലാസ് ഡ്രാമ. അപ്പോൾ ശ്രീരേഖ, യു സെഡ് ഇറ്റ്. സാക്ഷികൾ ഇവിടെയുണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, ഞാൻ ബിസിനസ് ക്ലാസ്സിൽ ട്രാവൽ ചെയ്യുന്ന ആളാണ്. ഓക്കെ, 2000 feet above. ഐ എം ജാൻമണി. തട്ടിയും മുട്ടിയും റോഡിൽ കിടക്കുന്ന ആളൊന്നും അല്ല ഈ ജാൻമണി. ഓക്കെ, ഐ ഹാവ് ദാറ്റ് ഫാമിലി ബാക്ക്ഗ്രൗണ്ട്. എനിക്ക് അങ്ങനെ ഉയർന്ന് പഴക്കാൻ കഴിയുന്ന ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, പവർ ഉണ്ട്. ഓക്കെ, അപ്പോൾ റസ്മിൻ, ഈ ജാൻമണി എന്ന് പറഞ്ഞ വ്യക്തി തേർഡ് ക്ലാസ് ഡ്രാമ എന്ന് മാത്രമല്ല തേർഡ് ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇവിടെ കണ്ടസ്റ്റൻസിനെ തേർഡ് ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സംസാരിക്കുമ്പോൾ മര്യാദയ്ക്ക് സംസാരിക്കണം. ഓക്കെ, എൻ്റെ ക്ലാസ്സിന് താഴെ വന്ന് സംസാരിച്ചാൽ ഞാൻ പ്രതികരിക്കും. ദിസ് ഇസ് ജാൻമണി. അപ്പൊ യമുന, ബുദ്ധി പോലും മുറയ്ക്കാത്ത ഈ പെൺകുട്ടീനെയാണോ, അങ്ങനെ ഒരു വാക്ക് പറഞ്ഞായിരുന്നേ, ബുദ്ധി പോലും മുറയ്ക്കാത്ത ഇപ്പൊ പെൺകുട്ടിയാണ് ക്യാപ്റ്റൻ ആക്കാൻ പോകുന്നത്. എന്തായാലും ഇത് സ്ത്രീകൾക്കെതിരെ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിച്ച സ്ത്രീകൾക്കെതിരെ തന്നെ നിന്ന ഒരാളാണ് ഈ ഗബ്രി. ഓക്കെ, മതി ചേച്ചി, കഴിഞ്ഞ് ഇരിക്കും. മെജോറിറ്റി ആരാണ്? ജാസ്മിൻ. ഓക്കെ, ശരി, എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, ജാസ്മിൻ ആണ് ക്യാപ്റ്റൻ. ഓക്കെ, അപ്പൊ യമുന, ആണോ അല്ലേ? ശരി, കൺഗ്രാജുലേഷൻ മോളെ. അപ്പൊ ജാസ്മിൻ മോള് കളിച്ചോ കേട്ടോ. ശരി, അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ ശേഷം പിന്നെ ശ്രീരേഖയും നമ്മുടെ
ജാസ്മിനും ഇരിക്കുകയാണ്, ഗബ്രിയൊക്കെ ഉണ്ട്. ഇപ്പോൾ ശ്രീരേഖ ഇപ്പോൾ ഒരു യൂണിറ്റൊക്കെ ഇവിടെ ആയിട്ടുണ്ട് കുറച്ച് പേര്. ഈ ജാൻമണി ക്ലാസ് എന്ന് മറ്റൊന്നൊക്കെ പറയുമ്പോൾ ഗബ്രി ഇവിടെ ഉണ്ടായിരുന്നില്ലേ? അപ്പോൾ ഗബ്രി ഞാനുണ്ടായിരുന്നു, പിന്നെ ഞാൻ ആവശ്യത്തെ കാര്യത്തിൽ ഇടപെടില്ല. എനിക്കാണെങ്കിൽ 2-3 പേജ് പറയണം, പോയിന്റ്സ് വിത്ത് ടെക്നോളജി ഡീറ്റെയിൽസ് ഒക്കെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇടപെട്ടില്ല, എനിക്ക് ഇവിടെ ആവശ്യം വന്നില്ല. ഇവിടെ അർജുൻ ഫ്രസ്ട്രേഷൻ. അർജുൻ അപ്സരയോടൊക്കെ പറയുന്നത് ക്യാപ്റ്റൻ ആവാൻ കഴിഞ്ഞില്ല, ഇനി പണിയൊക്കെ ചെയ്യേണ്ടി വരുമല്ലോ. അത് കഴിഞ്ഞ് ഇവിടെ ജാൻമണി അൻസിബ, നമ്മുടെ പുതിയ കോംബോ. അതെ, പുതിയ കോംബോ വന്നിരിക്കുകയാണ്. ജാൻമണി, അൻസിബ, ഋഷി ആൻഡ് യമുന. അതെ, നമ്മുടെ പുതിയ കോംബോ. അപ്പൊ ജാൻമണി, ഐ ഷെഡ് മൈ സെൽഫ്, ഓക്കെ, ഐ എം വെരി എക്കണോമി, ഐ എം നോട്ട് എക്കണോമി. സോ വാട്ട്, ഐ സെഡ് ഐ എം ബിസിനസ് ക്ലാസ്. ഞാൻ എക്കോണമി ക്ലാസ് അല്ല, ഞാൻ ബിസിനസ് ക്ലാസ് ആണ്. കുഴപ്പമുണ്ട്. ഇനി ഇഫ് യു ഫീൽ യുവർ എക്കോണമി യു ഗെറ്റ് ഹേർട്ട്. ഇഫ് യു ആർ ബിസിനസ് ക്ലാസ് യു ഓട്ട് ടു മീ. അത്രയേ ഉള്ളൂ, ദാറ്റ്സ് ഇറ്റ്. അത്രേ ഉള്ളൂ. ദൈവമേ, ബിസിനസ് ക്ലാസ്സും എക്കോണമി ക്ലാസ്സും ഒക്കെ ഇരുന്ന് പറയാണ് ബിഗ് ബോസിൽ. ഇത് കേട്ടോണ്ടിരിക്കണം 3 പേര്. എന്ത് പറയാനാണ്? അൻസിബ, ജാൻ എന്ത് വേണമെങ്കിലും പറയാം ജാൻ, അത് ജാനിന്റെ ഇഷ്ടമല്ലേ. ഇത് വേറെ ആരെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ കാണാമായിരുന്നു. ഇത് ബാക്കിയുള്ള വീട്ടിൽ ആരെങ്കിലും പറഞ്ഞാൽ നല്ല രസമായിരുന്നു നേരെ. അപ്പോൾ ഋഷി, എനിക്ക് ഇഷ്ടമില്ലാത്തവരെ കുറിച്ച് ഞാനിങ്ങനെ പ്രാവയൊക്കെ ചെയ്യും, എനിക്ക് പിന്നെ തടയാനൊന്നും സാധിക്കില്ല, എന്നെ ബാധിക്കുന്ന കാര്യമല്ല, ബെസ്റ്റ്. അപ്പോൾ അൻസിബ, സ്റ്റിക്കർ ഒട്ടിക്കാൻ എന്തായാലും സ്റ്റിക്കർ ഒട്ടിക്കാൻ പോലും പറ്റില്ലെന്ന് പോലും അങ്ങനെ എന്തോ പറയുന്നുണ്ടായിരുന്നേ. അത് കഴിഞ്ഞിട്ട് അത് മറ്റേ ഗബ്രിയെ കുറിച്ചിട്ട് സ്റ്റിക്കർ ഒട്ടിക്കാൻ പറ്റില്ലെന്ന്, അത് ശരിയാണ് കേട്ടോ. ഗബ്രി അത് ചെയ്തത് വളരെ തെറ്റാണ്. മറ്റേ നമ്മുടെ ജിൻഡോൻ്റെ അടുത്ത്. ഇത് കഴിഞ്ഞ് ഗബ്രി ഇൻവിസിബിൾ ആണെന്ന് പറഞ്ഞത് പുള്ളിക്കാരിക്ക് പിടിച്ചിട്ടില്ല, വലിയ അമ്മയാണെന്നാണ് ഭാവം. പുള്ളിക്കാരി ഇവിടെ ആ ടീമിലും ഇല്ല ഈ ടീമിലെ ഫുൾ കുത്തിരിത്തിരിപ്പാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. അത് കഴിഞ്ഞ് പിന്നെയും നമ്മുടെ കോംബോ വരെയാണ് നമ്മുടെ ഗ്രൂപ്പ്. യമുന, അൻസിബ, ഋഷി, ജാൻമണി. അപ്പോൾ അൻസിബ, അവൾ ഇന്നസെൻസ് ആക്ട് എനിക്ക് ഒട്ടും പിടിക്കുന്നില്ല, അവളുടെ ഇന്നസെൻസ് ആക്ട്. ഓക്കെ, അയ്യോ അത് സോറി, ഇത് ജാൻമണിയല്ല, ഇത് അൻസിബയാണ് പറഞ്ഞത് കേട്ടോ. അവളുടെ ഇന്നസെന്റ് ആക്ട് ഒന്നും ഒട്ടും പിടിക്കുന്നില്ല. ആരുടെ തന്നെ ഞാൻ വെച്ച് നോറയുടെ ആണ്, പക്ഷെ ജാസ്മിൻ്റെ ആണെന്ന് ജാസ്മിൻ്റെ മുഖമാണ് കാണിക്കുന്നത്. പിന്നെ പാമ്പായി വന്ന് കൊത്തയൊക്കെ ചെയ്യും. പിന്നെ ഗെയിമിന് വേണ്ടിയിട്ടാണ് ഈ ഫ്രണ്ട്ഷിപ്പൊക്കെ കാണിക്കുന്നത്. ഗുഡ് നൈറ്റും ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞത് വെറുതെ ചുമ്മാ ഷോയാണ്. ഇപ്പം ജാൻമണി, ഐ റിയലി ഡോണ്ട് ലൈക്ക്, ഓക്കെ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം ഹഗ് ചെയ്യുന്ന കാര്യമാണ്. അവൻ ആരാ, എൻ്റെ അമ്മാവനാ എന്നൊക്കെ പറയുന്നുണ്ട്. ജാസ്മിൻ്റെ മുഖമാണ് കാണിക്കുന്നത്. അപ്പോൾ യമുന, ചെയ്യട്ടെ ജാനു. അപ്പോൾ ജാൻമണി, ആരാണ് അവൻ എന്നെ ഓർഡർ ചെയ്യാൻ? അൻഷിബ, അവരുടെയൊക്കെ ക്യാരക്ടർ ഇതാണെന്നേ. ഇപ്പോൾ യമുന, പോട്ട് മനസ്സിലായി കാണും, മനഞ്ഞാന്ന് എല്ലാവർക്കും മനസ്സിലായി എന്താണെന്നുള്ളത്. എല്ലാവരെക്കുറിച്ചും എല്ലാവർക്കും പ്രേക്ഷകർക്ക് അടുത്ത ദിവസം തന്നെ മനസ്സിലായി. അപ്പോൾ ഗബ്രിയും ജാസ്മിനും ഒരുക്കുകയാണ്. അപ്പോൾ ഗബ്രി, ഐ ആം നോട്ട് ബോദറിങ് അബൌട്ട് ഗെയിം റൈറ്റ് നൗ. എനിക്കിപ്പോൾ ഗെയിമിനെ കുറിച്ച് ആലോചിക്കാൻ വയ്യ ജാസു, എനിക്ക് അത് സാധിച്ചിട്ടില്ല. അതല്ല, നീ ക്യാപ്റ്റൻ ആവുന്നതിൽ എനിക്ക് സന്തോഷമാണ് ജാസു. മിണ്ടാതിരിക്കുക. ഒരുക്കുകയാണേ ഗബ്രീനെ, നീ കപ്പെടുത്തോ, എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഞാനിവിടെ കളിക്കാൻ വന്നതാണ്, കപ്പൊന്നും എനിക്ക് വേണ്ട. അതെന്തോന്ന്, പ്ലേ ദ ഗെയിം, ഞാനിവിടെ കളിക്കാൻ വന്നതാണ്. ജാസ്മിൻ, ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. അപ്പോൾ ഗബ്രി, എനിക്ക് വിഷമം വരും, നിനക്കത് മനസ്സിലായില്ല. സംഭവം ഗ്രൂപ്പ് പിളർക്കണ കാര്യം ആലോചിച്ചിട്ടുള്ള വിഷമാണ്. അച്ഛനുള്ള കണ്ടോ, അപ്പുറത്താണ് വീട്ടിൽ പോയത്, അപ്പുറത്തെ ടീമിന് പോകുന്നതിനാണ് ഈ കിടന്ന് കഷ്ടപ്പാട്. പിന്നെ അത് കഴിഞ്ഞ് ജാസ്മിൻ എന്നാൽ പിന്നെ പുറത്ത് നിൽക്ക് ഗബ്രി, ഞാൻ നിന്റെ ടീമിലേക്ക് വരാം. അപ്പം ഗബ്രി, ഇല്ലില്ല, ഞാൻ പവർ ടീമിൽ തന്നെ ഉണ്ടാവും. ഞാൻ വിട്ടുകൊടുക്കൂല. ഞാൻ ആ അർത്ഥത്തിലല്ല പറഞ്ഞത്. ഐ ഡോണ്ട് കെയർ അബൌട്ട് ക്യാപ്റ്റൻസി. എനിക്ക് നിനക്ക് മനസ്സിലാവില്ല, മനസ്സിലാക്കാൻ നിനക്ക് താല്പര്യമില്ല. എനിക്ക് ടീം സ്പ്ലിറ്റ് ആവുന്ന കാര്യത്തിൽ നമ്മുടെ ഇവിടുത്തെ ടീം സ്പ്ലിറ്റ് ആയില്ലേ, അതിനെക്കുറിച്ച് ബാക്കിയുള്ളവർ എന്തൊക്കെ വിചാരിക്കും? എല്ലാവരും അത് എങ്ങനെ എടുക്കും? പിന്നെ നിന്നെ ഞാൻ ചലഞ്ച് പോലും ചെയ്തില്ല, നിനക്ക് അങ്ങ് ക്യാപ്റ്റൻസി തന്നു, അതിനെക്കുറിച്ചൊക്കെ എന്തായിരിക്കും വിചാരിക്കുന്നത്? സംഭവം പുള്ളിക്കാരൻ ജാസ്മിനെ കാട്ടി വളരെ ഡൗൺ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഗെയിമിനകത്ത്, അതാണ് സംഭവം. അപ്പോൾ ഗബ്രി ഇവിടെ ക്രൂരത്തിയായിട്ട് വില്ലത്തിയായിട്ടുള്ള ഒരു പെൺ കഥാപാത്രമായിട്ടാണ് മേക്കപ്പ് ചെയ്തിരിക്കുന്നത്. ആ ലുക്ക്, വില്ലത്തി ലുക്ക്, ഡിടീൻ ആദ്യമായിട്ടാണ് മേക്കപ്പ് ചെയ്യുമ്പോൾ വില്ലത്തി ലുക്കുള്ള ഒരു പെണ്ണിനെ കിട്ടുന്നത്. ഡിടീൻ കണ്ണൊക്കെ ഇങ്ങനെ നീട്ടി വരച്ചിട്ട്. അപ്പം പെണ്ണായ ഗബ്രീനെ ഐഷു എന്നൊക്കെ വിളിക്കുന്നുണ്ട്. റസ്മിൻ വന്ന് പ്രപ്പോസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഇനി ശ്രീരേഖയ്ക്ക് ഡ്രസ്സിംഗ് റൂമിനകത്ത് ഭ്രാന്ത് പിടിക്കുന്നു ബിഗ് ബോസ്, ഭ്രാന്ത്. ആ സ്ത്രീ എൻ്റെ പുറകെയാണ് കിടന്നൊക്കെ മെഴുകുന്നത്. ജിൻഡോ, നിനക്ക് അവരെ പറഞ്ഞ് മനസ്സിലായിക്കൂടെ, അവർക്ക് എന്താ പ്രശ്നം ഇപ്പോൾ? ജിൻഡോ ബ്രഷ് വെച്ച് മുഖം തേക്കുന്നു, അത് ആദ്യമായിട്ട് ഞാൻ കാണുന്നത്. പല്ല് തേക്കണ ബ്രഷ് വെച്ച് മുഖം തേക്കുന്ന ജിൻഡോ. അപ്പോൾ നിങ്ങൾ അവരുടെ അടുത്ത് പോയി പറയട്ടെ, മര്യാദയ്ക്ക് ഇരിക്കുക. എൻ്റെ കയ്യിൽ നിന്ന് വല്ലതും മാഞ്ച് പിടിക്കും അവർ. ഞാനൊന്നും പറയുന്നില്ല, ഒരു പണിയും ഒട്ടും ചെയ്യത്തുമില്ല. കിടന്നിട്ട് പിന്നെ നമ്മുടെ തലയിലേക്കാണ് കയറുന്നത്. നീ പിന്നെ പറയില്ലെന്നറിയാം. അത് കഴിഞ്ഞ് ഡിസ്നി ഹോട്ട്സ്റ്റാറിന്റെ പവർ ടീം സ്പെഷ്യൽ പ്രകാരം പ്രേക്ഷകർ പറയുന്നത് ജാൻമണി ഇന്ന് പവർ ടീമിന് ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം എന്നാണ്. അത് കഴിഞ്ഞ് വരുന്നതാണ് ജയിൽ നോമിനേഷൻ. ആദ്യം വരുന്നത് പവർ ടീമിന്റെ ജയിൽ നോമിനേഷൻ. ഗബ്രി,
ഗബ്രിയെക്കാട്ടിയും അർഹതയുള്ള ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഗബ്രിയും ജാസ്മിനും ഉള്ളപ്പോൾ വേറെ ആരെ പറയാൻ? അവരുടെ ഈസി ടാർഗറ്റ് അല്ലേ. ഇവരൊക്കെ ഔട്ടായി കഴിഞ്ഞാൽ ഇവർ എന്ത് ചെയ്യുമെന്നും. അത് കഴിഞ്ഞിട്ട് അൻസിബ, ശ്രീരേഖ ചേച്ചിനെയാണ് ഞാൻ പറയുന്നത്. ഒരുപാട് കഴിവുള്ള സ്ത്രീയാണ്, പക്ഷേ കഷ്ടം, പലരുടെയും പുറകെ ഇങ്ങനെ നടക്കുന്നു. സംഭവം സത്യമാണ്, പക്ഷെ ജയിൽ നോമിനേഷന് വേണ്ടിയിട്ടൊന്നും ഉള്ള ആവശ്യമൊന്നുമില്ല. ഋഷി, നോറ ഈ ഗെയിമിനെ ഗെയിമായിട്ട് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. കറക്റ്റാണ്. അപ്സര, എനിക്ക് ഒരു കാര്യം ചോദിക്കണം, എനിക്ക് ബിഗ് ബോസിനോട് ഒരു കാര്യം ചോദിക്കണം. എന്താണ്? ജിൻഡോ ചേട്ടൻ ഇവിടെ ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നു. അതെ 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 ജിൻഡോ, എന്നെക്കുറിച്ച് അല്ല, നമുക്ക് എന്നെ നോമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, പിന്നെന്ത്? എനിക്ക് ചോദിക്കണം ജിൻഡോ ചേട്ടാ, എനിക്ക് ചോദിക്കണം. ജിൻഡോ ചേട്ടൻ ഇവിടെ ഒരുപാട് തെറ്റുകൂട്ടുന്നു. അതെ അതെ അതെ, എൻ്റെ പേര് പറയണ്ട, പവർ ടീം നോമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്നാ പിന്നെ നോറ. ആ പേര് ചുളിവിന് നോറ എന്നും പറഞ്ഞ് ജിൻഡോനെയും പറഞ്ഞു, കുഴപ്പമില്ല. ഒരു പടിക്ക് രണ്ട് പക്ഷി. ശ്രീതു, ഋഷിയാണ്. ഇപ്പൊ ഋഷി ഇവള് വാല് പൊക്കിയോ? എപ്പോഴും ഋഷിക്ക് എന്താണെന്നറിയില്ല കത്തണത്, എപ്പോഴും കയറി വഴക്ക് കൂടുന്നു. അറിയില്ലേ പുരിയില്ലേ കത്തണത് ഋഷി. അപ്പം നോറ. ജാൻമണി ചേച്ചി 3rd ക്ലാസ് മുമ്പെന്ന് പറഞ്ഞു ജാൻമണി. അത് കഴിഞ്ഞ് ശരണ്യ. ഋഷീനെ ഞാൻ പറയുള്ളൂ, എനിക്ക് ഋഷീനെ പറയണം ബിഗ് ബോസ്. ചിക്കൻ്റെ പകുതി കഴിച്ചിട്ട് അവിടെ വെച്ചു. അത് മാത്രമല്ല എന്തെന്നറിയാതെ എന്നോട് ചാടിക്കടിച്ചു. എൻ്റെ ഫോട്ടോ വെച്ചിട്ട് എടി നീ ആരാടി? നീ ആരാണ്? നിനക്ക് ഋഷി മിണ്ടായിരിക്കും. എൻ്റെ പേര് പറയട്ടെ. നീ ആരാണെന്നാണ് നിന്റെ വിചാരം? ഋഷി നീ ആരാണെന്നാണ് നിന്റെ ഫോട്ടോ? ഋഷി എൻ്റെ ഫോട്ടോ വെച്ചു. എന്നിട്ട് പിന്നെ നമ്മൾ അൻസിബയ്ക്ക് സ്പേസ് കൊടുത്തു. എടി എന്നെ ഇന്ററപ്റ്റ് ചെയ്യാണ് ഋഷി. എടി നിനക്ക് എന്തിനാടി? നീ എന്തിനാടി ഇത്രയ്ക്ക് കിടന്ന് കാണിക്കുന്നത്? നീ എന്തിനാടി നിനക്ക് ഞാൻ എന്നെ അറിയത്തില്ല. നീ എന്തിനാണ് ഋഷി? നീ എന്തിനാണ് ഇങ്ങനെ കാണിക്കണത്? മിണ്ടരുത്, മിണ്ടാണ്ടിരിക്കാൻ നീ ആരാടി പറയാൻ? എന്നെ മിണ്ടാണ്ടിരിക്കാൻ നീ ആരാടി പറയാൻ എന്ന് പറഞ്ഞ് ഋഷി സ്റ്റാർട്ട് ചെയ്ത്. അത് കഴിഞ്ഞ് ജാൻമണി, എനിക്കൊരു ക്ലാരിഫിക്കേഷൻ ഉണ്ട് ബിഗ് ബോസ്, എനിക്കൊരു കാര്യം പറയണം. ഇത് ക്ലാരിഫിക്കേഷൻ ഉള്ള സ്ഥലമല്ല, ജയിൽ നോമിനേറ്റ് ചെയ്ത് പോ. എന്നാ പിന്നെ എൻ്റെ നോമിനേഷൻ നോഴയാണ്. ഒരു പണിയും ചെയ്യുന്നില്ല, ഫുൾ ടൈം കരച്ചിൽ. ഓക്കെ, ഇനി നീ കരയ് എന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് യമുന, ശ്രീരേഖയാണ് കാര്യം. അറിയാലോ എൻ്റെ വായിൽ ഇപ്പോൾ ശ്രീരേഖ അല്ലാണ്ട് വേറെ ഒന്നും വരത്തില്ല. എന്ത് ചോദിച്ചാലും ശ്രീരേഖ എന്നേ വരുള്ളൂ. അൻസിബ പറഞ്ഞ പോയിന്റ് ഒന്നും നല്ലതാണ്, ശ്രീരേഖ ജയിലിൽ പോകണം. അത് കഴിഞ്ഞ് ശ്രീരേഖ, എനിക്ക് പറയാനുള്ള പേര് ജാൻമണി എന്നാണ്. ഞാനിവിടെ വരുമ്പോൾ ഈ ജാൻമണി പറയുന്നുണ്ട് ചീപ്പ് ലോ ക്ലാസ് പീപ്പിൾ എന്ന്. ഇവിടെ ആരും ചീപ്പ് ലോ ക്ലാസ് ഒന്നും അല്ല, അതിൻ്റെ ആവശ്യവുമില്ല. അല്ലെങ്കിൽ ഇവിടെ എക്കോണമി ക്ലാസ് ബിസിനസ് ക്ലാസ് ഒന്നും പറയേണ്ട ആവശ്യം ഇവിടെ ഇല്ല. എന്തെങ്കിലും പറഞ്ഞാൽ ശാപവാക്കുകൾ പറയുന്ന ജാൻമണി ഇവിടെ കോമണറായ റസ്മിനെ പുറത്ത് പ്രസ് മീറ്റ് കൂട്ടിയിട്ട് അവരെ ജീവിതം നശിപ്പിക്കുന്ന പറഞ്ഞ ജാൻമണിയാണ് എൻ്റെ ജയിൽ നോമിനേഷൻ. സത്യമായിട്ടും കൈയടിച്ചു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് ജാസ്മിൻ. യമുന ചേച്ചിയാണ് ഞാൻ പറയാൻ പോകുന്നത്. കഴിഞ്ഞ ആഴ്ചയിലെ പെർഫോമൻസ് അല്ല ചേച്ചി, ഈ ആഴ്ചത്തെ പെർഫോമൻസ് ആണ് കേട്ടോ. ഒരു കാര്യം പണിയെടുക്കൂല. പിന്നെ പാത്രം കഴുകുന്നത് ഞാനും ഗബ്രിയും, പിന്നെ പച്ചക്കറി മുറിച്ച് തരുന്നത് ഞാനും ഗബ്രിയും. പിന്നെ അത് മാത്രമല്ല ശ്രീരേഖ ചേച്ചിയാണ് ഇന്നത്തെ ജോലി മൊത്തം ചെയ്തത്. ഒട്ടും ആക്റ്റീവ് അല്ല, ഒടുക്കത്ത കുശുമ്പ്. പിന്നെ സെക്ഷൽ ഫ്രസ്ട്രേഷൻ ആണ് പോലും ഞാൻ പറഞ്ഞത്. ഇവർക്ക് സെക്ഷൽ ഫ്രസ്ട്രേഷൻ വേർഡിനോടാണ് പ്രശ്നം. ഞാനിവിടെ എൻ്റെ ബ്രായം പാൻറ്റിയെ പൊക്കി കാണിച്ച ജിൻഡോ ചേട്ടന് അത് പ്രശ്നമില്ല. ഞാൻ ജയിലിനകത്ത് മറഞ്ഞും തിരിഞ്ഞും ഞാനും ഗബ്രിയും കിടക്കുന്നത് ഒളിഞ്ഞു നോക്കി ജിൻഡോ ചേട്ടൻ അത് പ്രശ്നമില്ല. ബാത്റൂമിൽ ഞാനും ഗബ്രിയും നിന്നത് ജിൻഡോ ചേട്ടൻ പറഞ്ഞത് അത് പ്രശ്നമില്ല. നിങ്ങൾക്ക് ആകെ പ്രശ്നം സെക്ഷൽ ഫ്രസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ വേർഡിലാണ്. ഓക്കെ, അപ്പോൾ ഗബ്രി കഴിഞ്ഞ ആഴ്ചയിലെ കാര്യം തൊട്ട് ഞാൻ തുടങ്ങാം. ഡേ 1 ഹലോ ബിഗ് ബോസ്, ഹലോ ഗബ്രി, ഇവിടെ പാഠപുസ്തകം എൻസൈക്ലോപീഡിയൊന്നും വേണ്ട. ഇവിടെ എന്താണ് ആരാണ് ജയിനും? യമുന ചേച്ചിയാണ് ബിഗ് ബോസ്. യമുന ചേച്ചി ഇവിടെ രാവിലെ ആദ്യത്തെ ആഴ്ച തൊട്ട് അല്ലെങ്കിൽ ഈ ആഴ്ചയിലെ ആദ്യത്തെ ദിവസം തൊട്ട് വളരെ വളരെ മോശമുള്ള പ്രകടനമാണ്. കുറച്ച് പ്രകടനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് ഫസ്റ്റ് ടാസ്കിൽ. അത് കഴിഞ്ഞ് പിന്നെ ഒന്നും ഉണ്ടായിരുന്നില്ല, അപ്പുറത്ത് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്. എനിക്ക് എഴുതിയെടുക്കാൻ പറ്റില്ല, എന്നെ കൊണ്ട് കഴിയില്ല. അത് കഴിഞ്ഞ് നോറയും ഗബ്രിയുമാണ് ജയിലിലേക്ക് പോകാൻ പോകുന്നത്. അവർ ജയിലിലേക്ക് പോയാണ്. അത് കഴിഞ്ഞ് ഫാഷൻ ഷോ നടക്കാൻ പോവുകയാണ്. ഡാസ്ലർ ഇറ്റാണ ദിവ ഫാഷൻ ഷോ. സ്ത്രീകൾ 3 പേര് 3 ടീമായിട്ട് ഡിവൈഡ് ചെയ്യണം. 3 തീമാണ്. റെട്രോ ലുക്ക്, ഈവനിങ് ഗ്ലാമർ ലുക്ക്, ട്രഡീഷണൽ ലുക്ക്. അത് കഴിഞ്ഞ് ഇവിടെ ജയിച്ചേക്കുന്നത് അപ്സര, ശരണ്യ, ജാസ്മിൻ ടീമാണ്. എനിക്കിഷ്ടപ്പെട്ടത് അർജുനൊന്നും ഇല്ലല്ലോ പറഞ്ഞ പോലെ. എന്തായാലും അപ്സരനെ എനിക്കിഷ്ടപ്പെട്ടു, ശരണ്യനെ എനിക്കിഷ്ടപ്പെട്ടു. ഇനി മറ്റേ ജാസ്മിൻ, ജാൻമണി, ശ്രീതു. റെട്രോ ലുക്ക്, വിൻറ്റേജ് ലുക്ക്, അത് ശരിയാണ്. അതിനകത്ത് ശ്രീതു കുറച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയായിരുന്നു. എന്തായാലും എല്ലാവരും നന്നായിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് കേക്ക് വരുന്നു, അത് യമുനയുടെ മോളുടെയാണ്. അപ്പം ഗബ്രി ഇങ്ങനെ അഭിനയിക്കുകയാണ്, ബോധം കെട്ടി വീണ പോലെ. യമുന നോക്കാൻ വരുമ്പം കേക്ക് കാണിക്കുന്നു, കേക്ക് മുറിക്കുന്നു, കഴിക്കുന്നു, എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനി അടുത്ത് BB+ൽ എക്സിറ്റ് പോളാണ് നടക്കുന്നത്. എല്ലാവരോടും ഓരോരോ ടീമിൽ ഏറ്റവും മികച്ച ആൾക്കാരെ പറയുന്നുണ്ട്. പവർ ടീമിൽ നിന്ന് അർജുനെയാണ് പറയുന്നത്. ബാത്റൂം ക്ലീനിങ്ങിൽ അപ്സരേനെ പറയുന്നു. ഫ്ലോർ ക്ലീനിങ്ങിൽ ജിൻഡോ പറയുന്നു. കിച്ചണിൽ അൻസിബേനെ പറയുന്നു.
അർജുൻ ഇവിടെ കരയാണ്. എന്തുകൊണ്ട്? ചെരുപ്പെടുത്ത് അടിക്കാൻ തോന്നി എന്ന് പറഞ്ഞതിൽ. അത് ഋഷിയല്ല പറഞ്ഞത്, ഋഷിയെ തന്നെ അടിക്കാനാണ് പറഞ്ഞത്. ചെരുപ്പെടുത്ത് എനിക്ക് എന്നെ തന്നെ അടിക്കാൻ തോന്നി എന്ന് പറഞ്ഞതാണ്. അത് റസ്മിൻ ക്ലിയർ ചെയ്ത് കൊടുക്കും. പക്ഷെ അർജുൻ കരയാണ്. അവിടെ ഋഷി പറയുന്നുണ്ട് ജിൻഡോയെ നോമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ജിൻഡോയെ നോമിനേറ്റ് ചെയ്യാൻ പോയിരിക്കണം അപ്സര. പിന്നെ ചുമ്മാ സേഫ് ഗെയിം കളിക്കുന്നു, വേറെ പണി. അപ്പം അൻസിബ പിന്നെ നന്മമരം കളിയെന്നേ. ഇപ്പം ഋഷി അയ്യോ ഇത് സീസൺ 4 നടന്ന കാര്യം, ഞാൻ നോമിനേറ്റ് ആയിക്കോളാം, ഈ ഗെയിം അടുത്ത് വെച്ച് കളിക്കണത്. അത് കഴിഞ്ഞ് ഋഷി നമ്മുടെ ശ്രീരേഖ പറയുന്നുണ്ട് അവളോട്. അപ്പം ഋഷി പറഞ്ഞു അവളോട് ആര് പറഞ്ഞു എന്നെ പറയാൻ, അവൾ ആരെന്നെ പറയാൻ എന്നുള്ള രീതിയിൽ. ശ്രീരേഖ നീ നിന്റെ ദേഷ്യം ഒന്ന് അടക്ക്. അർജുൻ വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ ഋഷി വന്നിട്ട് മിണ്ടുന്നില്ല. അപ്പോൾ ശരണ്യ എന്തോന്നാണല്ലേ, റോക്കി ഉണ്ടായപ്പം ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അപ്സര പറയുന്നത് അവൻ എന്നെക്കാട്ടി മൂത്തതാണ് ഋഷി, പക്ഷെ എന്നെക്കാട്ടി ഇളയതുപോലെ തോന്നുന്നത്. അപ്പോൾ ശരണ്യ അവൻ്റെ പേര് പറയാൻ പാടില്ല, പേര് പറഞ്ഞ് അവൻ ആക്രമിക്കുന്ന രീതിയിലാണ് വരുന്നത്, അത്ര മോശമായിട്ട് അവൻ റിയാക്ട് ചെയ്യും. ശ്രീരേഖ പുറകെ അടക്കാണ്. ചേച്ചി ഒന്ന് നോക്കി ചേച്ചി, എൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി ചേച്ചി, ഒന്ന് നോക്ക്. എൻ്റെ ശ്രീരേഖ എന്നെ വിട്, ഞാൻ റിയാക്ട് ചെയ്യും. എൻ്റെ ചേച്ചി എന്തിനാണ് ചേച്ചി എനിക്ക് മൈലേജ് തരുന്നത് എൻ്റെ പേരെടുത്തിട്ടിട്ട്? അപ്പോൾ യമുന മൈലേജ് ഇരുന്നോട്ട് അത്ര തന്നെ. ഋഷി അർജുൻ ഇവിടെ സംസാരിക്കുകയാണ്. ഋഷി എന്നോട് എനിക്ക് സത്യം പറഞ്ഞാൽ അവരോട് ആര് പറഞ്ഞു എന്നെ നോമിനേറ്റ് ചെയ്യാൻ? ശ്രീധുവിനോട്. അവൾക്ക് ഉളുപ്പില്ലേ എന്നെ നോമിനേറ്റ് ചെയ്യാൻ? എന്തോന്നാണ്? ശരണ്യ കാരണമായിരിക്കും ശ്രീധു എന്നെ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത്രയ്ക്ക് പ്രശ്നം എന്താണ് ഒരാൾ നോമിനേറ്റ് ചെയ്താൽ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരാളെ നോമിനേറ്റ് ചെയ്താൽ എന്താ പ്രശ്നം? അപ്പോൾ അർജുൻ ഞാൻ വിചാരിച്ചത് എന്നെ ചെരുപ്പെടുത്ത് അടിക്കുന്നു. അല്ലല്ല, എനിക്ക് എന്നെ തന്നെ ചെരുപ്പെടുത്ത് അടിക്കാൻ തോന്നി അവളുടെ ഫോട്ടോ എടുത്ത് ഓടുന്ന ആ കാര്യം ആലോചിച്ചിട്ട്. നീ വിഷമിക്കേണ്ട. അല്ല ഒരു വിഷമവും ഇല്ല, എനിക്കൊരു വിഷമവും ഇല്ല. എനിക്കൊരു കാര്യം ചോദിക്കട്ടെ, ശ്രീധുവിന് എന്താണ് പറ്റിയത് എന്നെ നോമിനേറ്റ് ചെയ്യാൻ? അപ്പോൾ അർജുൻ എനിക്കറിയത്തില്ല, നീ അവളോട് ചോദിക്കുക. അപ്പോൾ ഗബ്രി ഇവിടെ ജയിലിൽ നോറേനെ എടുത്തോണ്ട് പോകണം ജയിലിലേക്ക്, അരി പൊടിച്ചു കൊടുക്കണം അമ്മിക്കല്ല് ആട്ടുകല്ലിൽ. അപ്പോൾ ജാൻമണിക്ക് വിഷമം, അപ്പോൾ ജാനു മിണ്ടായിരിക്കുന്നത് ടാസ്ക്കാണ്, ഐ ഡോണ്ട് വാണ്ട് ദം ടു ഡു എന്നൊക്കെ പറഞ്ഞ് ജാനു കരയുന്നുണ്ട്. അപ്പോൾ ഗബ്രി നോറയും നമ്മുടെ ടാസ്ക്കാണ് നമ്മൾ ചെയ്തോളാം. ഗബ്രി ഇട്ട് ഇടിക്കുന്നുണ്ട്. ഇനി നാളെ ചെയ്യാമല്ലേ, ഇതാണെങ്കിൽ പൊടിയണതുമില്ല പണ്ടാരോടങ്ങ്. അങ്ങനെ ഇന്ന് ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറാണ് നമ്മുടെ പവർ ടീമിന്. ജാൻമണി ഡിന്നറൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജിൻഡോ ചായ ഇടുന്നുണ്ട്. അപ്പം ജാസ്മിൻ ചേട്ടാ യമുന ചേച്ചി വന്നിട്ട് പോലും ഇല്ല കേട്ടാ, ഇവിടെ എനിക്ക് കാലിൻ്റെ അടി വേദനിച്ചിട്ട് വയ്യ, ഈ ശ്രീരേഖ ചേച്ചിക്ക് നടുവേ എനിക്കണം, അവരെ ഒന്ന് വിളി. അപ്പോൾ ജിൻഡോ നീ മിണ്ടായിരി, അവളെ ഇപ്പം മോളുടെ പിറന്നാളല്ലേ, അവിടെയാണ് ജിൻഡോയോട് നമുക്ക് സ്നേഹം തോന്നുന്നത്, നീ മിണ്ടായിരി, നമ്മൾ ചെയ്തോളാം കേട്ടാ, വെറുതെ എന്തിന് നീ ചെയ്. ചെയ്യണം, നമുക്ക് വയ്യ, എത്ര നേരമായി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിങ്ങൾ അവർ ചെയ്യണ പോലും ഇല്ല. അത് കഴിഞ്ഞ് അൻസിബ യമുനയുടെ അടുത്ത് ജിൻഡോ എത്ര മോശം ചെയ്താലും ജിൻഡോയോട് നമുക്ക് വെറുക്കാൻ തോന്നില്ല. അതാണ് ജിൻഡപ്പൻ്റെ ഒരു പ്രത്യേകത, മൊത്തത്തിൽ നമുക്ക് വെറുക്കാൻ തോന്നില്ല, അതാണ് ജിൻഡോയുടെ സ്വഭാവം. അർജുൻ പിന്നെ കൺഫ്യൂസ്ഡ് ഒന്നുമല്ല, പിന്നെ അവൻ മൊത്തത്തിൽ സേഫ് ഗെയിം തന്നെയാണ് കളിക്കുന്നത് എന്ന് അൻസിബ പറയാണ്. BB+ അവസാനിക്കുന്നു. നാളെ ലൈവ് അപ്ഡേറ്റ് ഉണ്ടാവും, വേറെ വൈൽഡ് കാർഡ് അപ്ഡേറ്റുകളായിട്ട് വരാം. അതുവരേക്കും ബൈ.